പ്രൈസ് ലോർഡ്. പ്രൈമറി ഗ്രേഡിൻ്റെ ക്വാർട്ടർ 2 അതിൻ്റെ ലെസൺ 6 ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മുടെ ലെസൻ്റെ പേര് ഫിലിപ്പോസ് യവനായ അപ്പോസ്തലൻ. ഫിലിപ്പോസ് യവനായ അപ്പോസ്തലൻ. നമ്മുടെ വേദഭാഗം എന്ന് പറയുന്നത് യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 43 മുതൽ 48 വരെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് പോകാം. ഫിലിപ്പ് എന്ന് പറയുന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ? അതിൻ്റെ മലയാള പദമാണ് ഫിലിപ്പോസ്. ഈ പേര് ഉത്ഭവിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഈ പേര് ഉത്ഭവിക്കുന്നത്. ഏതായാലും നമുക്ക് ബൈബിളിലെ പുതിയ നിയമത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഫിലിപ്പോസ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഏകദേശം 3ഓളം വ്യക്തികൾ തന്നെ ഉണ്ട് ഫിലിപ്പോസ് എന്ന പേരിൽ. ആ 3 വ്യക്തികൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചില അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ ഒരു ഫിലിപ്പോസിനെ പറ്റി പറയുന്നുണ്ട്. അത് സുവിശേഷകനായ ഫിലിപ്പോസിനെ പറ്റിയാണ്. സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ഫിലിപ്പോസിനെ പറ്റി പറയുന്നു. അതുപോലെ ഹെരോദ രാജാവിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഫിലിപ്പോസ് ഉണ്ട്. ഈ ഫിലിപ്പോസിന്റെ പേരിലാണ് ഒരു പട്ടണമുള്ളത്, ഫിലിപ്പിന്റെ കൈസരിയ എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. ഫിലിപ്പിന്റെ കൈസരിയ അത് ഈ ഫിലിപ്പോസിന്റെ പേരിലാണ്. പിന്നെ നമ്മൾ കാണുന്ന മറ്റൊരു ഫിലിപ്പോസ് എന്ന് പറയുന്നത് അപ്പോസ്തലനായ ഫിലിപ്പോസാണ്. ഈ അപ്പോസ്തലനായ ഫിലിപ്പോസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുറേ അപ്പോസ്തലന്മാരെ പറ്റി പഠിച്ചു അല്ലേ? യേശു കർത്താവിന്റെ അപ്പോസ്തലന്മാരെ പറ്റി പഠിച്ചു. ആ അപ്പോസ്തലന്മാരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയായിരുന്നു നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഫിലിപ്പോസ്. എന്തൊക്കെയാണ് ഈ വ്യത്യാസങ്ങളെന്നും എവിടെയാണ് ഫിലിപ്പോസ് ജനിച്ചതെന്നും എങ്ങനെ ശിഷ്യനായി തീർന്നതെന്നും അതൊക്കെ നമുക്ക് പഠിക്കാം. ആദ്യമായി ഫിലിപ്പോസ് എപ്രകാരമാണ് യേശുവിനെ കണ്ടുമുട്ടിയതെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പഠിച്ച അപ്പോസ്തലന്മാരാരൊക്കെയാ? പത്രോസ്, സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, സഹോദരനായ യോഹന്നാൻ. ഇവരെല്ലാവരും ജനിച്ചത് ബേത്സയിദയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠവും പഠിക്കാൻ എളുപ്പമാണ്. ഫിലിപ്പോസ് എന്ന് പറയുന്ന അപ്പോസ്തലനും ജനിച്ചത് ബേത്സയിദയിലാണ്. അപ്പോൾ തന്നെ ഈ സ്നേഹിതന്മാരൊക്കെയും യേശു കർത്താവിനെ പറ്റി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഫിലിപ്പോസ് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെയും ഫിലിപ്പോസ് അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ യേശു കർത്താവ് ഗലീലയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ഈ ഫിലിപ്പോസിനെ കാണുന്നു. ഫിലിപ്പോസിനെ കണ്ടതിന് ശേഷം എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞു. അപ്പോൾ തന്നെ സകലവും ഉപേക്ഷിച്ച് യേശു കർത്താവിനെ അനുഗമിക്കാൻ തക്കോണം ഇടയായി. കാരണം തൻ്റെ സ്നേഹിതന്മാരൊക്കെ യേശുവിനെ പറ്റി നല്ലപോലെ പറഞ്ഞിട്ടുണ്ട് ഫിലിപ്പോസിനോട്. ഫിലിപ്പോസ് എപ്പോഴും യേശുവിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ കണ്ടപ്പോൾ തന്നെ യേശുവിൻ്റെ ശിഷ്യനായി തീരാൻ കഴിഞ്ഞു. അതിനാൽ ഫിലിപ്പോസ് ഭയങ്കര സന്തോഷമായി. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മൾ ഫിലിപ്പോസിനെ പറ്റി കൂടുതലും കാണാൻ കഴിയുന്നത്. മറ്റ് സുവിശേഷങ്ങളിലൊന്നും അധികമായിട്ട് പരാമർശിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി യോഹന്നാന്റെ പ്രവർത്തനങ്ങളെ 3ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നഥനയേലിനെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു. ശിഷ്യനായി തീർന്നതിന് ശേഷം ഫിലിപ്പോസ് വളരെ സന്തോഷമുള്ള ആളായിരുന്നു അല്ലേ? സന്തോഷമായിരുന്നതുകൊണ്ട് സ്നേഹിതന്മാരെയൊക്കെ കാണുമ്പോൾ യേശുവിനെ പറ്റി പറയാറുണ്ടായിരുന്നു. ഒരു ദിവസം നഥനയേൽ എന്ന് പറയുന്ന സ്നേഹിതനെ കണ്ടു. അപ്പോൾ നഥനയേലിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ യേശു കർത്താവിനെ കണ്ടുമുട്ടി. ഈ നഥനയേൽ എന്ന് പറയുന്നത് ഭക്തനായ ഒരു മനുഷ്യരായിരുന്നു. പള്ളിയിലൊക്കെ പോവുകയും വചനമൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഫിലിപ്പോസ് നഥനയേലിനോട് പറഞ്ഞു, നമ്മുടെ ന്യായപ്രമാണത്തിൽ കാണുന്ന പ്രവാചകന്മാരും മോശയും ഒക്കെ പറഞ്ഞിരിക്കുന്ന മശിഹായെ ഞാൻ കണ്ടുമുട്ടി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നഥനയേൽ അതിശയിച്ചു. അത് ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, യോസഫിന്റെ മകൻ നസ്രയത്തുകാരനായ യേശു ആണത് എന്ന് പറഞ്ഞു. അപ്പോൾ നഥനയേലിന് യേശുവിനെ കാണാൻ തക്കണം ഭയങ്കര ആഗ്രഹമുണ്ടായി. എനിക്കും ആ യേശുവിനെ കാണണം. അങ്ങനെ ഫിലിപ്പോസിന്റെ കൂടെ നഥനയേൽ യേശുവിൻ്റെ അടുക്കൽ വരുന്നതായിട്ട് നമുക്ക് വായിക്കാം. അങ്ങനെ നഥനയേൽ യേശുവിനെ കാണുകയും വളരെയധികം സന്തോഷമാകുകയും ചെയ്തു. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് യവനർ യേശുവിൻ്റെ അടുക്കൽ വരുന്നതിന് ഫിലിപ്പോസ് സഹായിക്കുന്നു. യവനർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? യവന ഭാഷ സംസാരിക്കുന്നവർ. യവന ഭാഷ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയാണ്. അപ്പം മലയാള ഭാഷ സംസാരിക്കുന്നവരെ നമ്മൾ മലയാളികളെന്ന് പറയും അല്ലേ? ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരെ ഇംഗ്ലീഷുകാരെന്ന് പറയും. അതുപോലെ യവന ഭാഷ സംസാരിക്കുന്ന ആളുകളായിരുന്നു ഈ ഫിലിപ്പ്. നമ്മൾ ടൈറ്റിലിൽ തന്നെ കണ്ടു ഫിലിപ്പോസ് യവനായ അപ്പോസ്തലൻ. അപ്പോൾ ഈ ഫിലിപ്പോസും യവനായ ഭാഷ സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. നമുക്കറിയാം യേശു യഹൂദ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. അതുപോലെ തന്നെ യേശു കർത്താവിന്റെ കൂടുതൽ ശിഷ്യന്മാരും യഹൂദന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യഹൂദന്മാരെ കാണുമ്പോൾ അവരോട് പോയി സംസാരിക്കാനൊക്കെ ഒരു മടി അവർക്കുണ്ടായിരുന്നു. ഒരിക്കൽ യേശു യെരുശലേം ദേവാലയത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചില യവനരായ ആളുകൾ അവിടെ വന്നു. എന്നാൽ യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ അവർ മടിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു.
യേശു കർത്താവ് അവരെ അംഗീകരിക്കുമോ എന്നൊക്കെ അവർക്ക് സംശയമുണ്ടായിരുന്നു. അപ്രകാരം അവർ ഫിലിപ്പോസിനെ സമീപിച്ചു. എന്നാൽ ഫിലിപ്പോസ് ഈ കാര്യം അന്ത്രയോസിനെ അറിയിക്കുകയും ഫിലിപ്പോസും അന്ത്രയോസും കൂടെ ഈ യവനരായ ആളുകളെ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. മൂന്നാമതായി, പിതാവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഫിലിപ്പോസ്. ഒരിക്കൽ ഫിലിപ്പോസിന്റെ അല്പവിശ്വാസത്തെ പറ്റി യേശു ക്രിസ്തു പരാമർശിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. എന്തുവാണെന്ന് വെച്ചാൽ, ഒരിക്കൽ യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്, അവിടേക്ക് പോകുവാനുള്ള വഴി നിങ്ങൾക്കറിയാവോ എന്ന് ചോദിച്ചു. ഇത് കേട്ട ഉടനെ ഫിലിപ്പോസ് ഇപ്രകാരം പറഞ്ഞു, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞു. എന്നാൽ യേശു ക്രിസ്തു ഇവിടെ പിതാവിൻ്റെ അടുക്കലേക്ക് എന്ന് ഉദ്ദേശിച്ചത് സ്വർഗത്തിലേക്കുള്ള വഴി എന്നാണ്. അപ്പോൾ ഫിലിപ്പോസ് ഈ ചോദിച്ചതിന് ഉത്തരമായിട്ട് യേശു ഇപ്രകാരം പറഞ്ഞു, ഇത്രകാലം നീ എൻ്റെ കൂടെ നടന്നിട്ടും എന്നെ അറിയുന്നില്ലയോ? എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു. ഇത് കേട്ട് ഫിലിപ്പോസിന് വിഷമമായി. കാരണം തൻ്റെ അല്പവിശ്വാസത്തെ പറ്റിയാണ് യേശു കർത്താവ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ യേശു കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനമൊക്കെയും പഠിക്കുവാനും അതുപോലെ തൻ്റെ വിശ്വാസത്തിൽ വളരുവാനും ഫിലിപ്പോസിന് സാധിച്ചു. പ്രധാനമായും ഫിലിപ്പോസിന്റെ 3 പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഒന്നാമതായിട്ട്, ഫിലിപ്പോസ് നഥനയേലിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. രണ്ടാമതായിട്ട്, ചില യവനായ ആളുകളെ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് ഫിലിപ്പോസ് കൊണ്ടുവരുന്നു. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു, യേശുവിൻ്റെ പിതാവിനെ അറിയാൻ ആഗ്രഹിച്ച ഈ ഫിലിപ്പോസ് തൻ്റെ അല്പവിശ്വാസത്തെ പറ്റി മനസ്സിലാക്കുകയും യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. അടുത്തതായി, ഫിലിപ്പോസ് അപ്പോസ്തലിക ശുശ്രൂഷയിൽ എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് പഠിക്കാം. ഫിലിപ്പോസിന്റെ ശുശ്രൂഷയെ പറ്റി അധികമൊന്നും നമ്മുടെ സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികളിലും അധികം പരാമർശിച്ചിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ഫിലിപ്പോസ് അവിടെ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ മാളികമുറിയിൽ കൂടിയിരുന്ന് ആത്മനിർവ്വ പ്രാപിച്ചല്ലോ, ആ ഒരു വിഷയത്തിൽ, ആ ഒരു ഇൻസിഡന്റിൽ നമുക്ക് ഫിലിപ്പോസിനെ അവിടെ കാണാൻ കഴിയുന്നു. അതിനുശേഷം പല ചരിത്ര പുസ്തകങ്ങളുടെ പഠനത്തിൽ നിന്നും ഫ്രുഗ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഫിലിപ്പോസ് സുവിശേഷകനായി പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെ സുവിശേഷകനായി പോയതിനു ശേഷം അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെയും പ്രവർത്തിച്ചു. യേശു കർത്താവിനെ പറ്റി മറ്റുള്ളവരോടൊക്കെയും പറഞ്ഞു. എന്നാൽ ചില വ്യക്തികൾ, ചില അസൂയക്കാര് ഈ ഫിലിപ്പോസിനെതിരായി എഴുന്നേൽക്കുകയും ഫിലിപ്പോസിനെ ഉപദ്രവിക്കുകയും ചെയ്തു എന്ന് നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നു. അവസാനമായിട്ട് കാണാൻ കഴിയുന്നത് യേശു കർത്താവിനെ പോലെ തന്നെ ക്രൂശിൽ മരണം വരിച്ചു എന്നാണ് നമ്മൾക്ക് ഫിലിപ്പോസിനെ പറ്റി കാണാൻ കഴിയുന്നത്. യേശു കർത്താവിനെ പോലെ ക്രൂശ് മരണമാണ് ഫിലിപ്പോസിന് ലഭിച്ചത്. നോക്കുക, ഫിലിപ്പോസ് യേശു കർത്താവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു അപ്പോസ്തലനായിരുന്നു. യേശുവിനെ അനുസരിച്ചു. അതുപോലെ തന്നെ യേശു കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. മറ്റുള്ളവരെ യേശുവിലേക്ക് ആനയിച്ചു. തൻ്റെ വിശ്വാസത്തെ പുതുക്കി. അന്ത്യത്തോളം വിശ്വസ്തനായിരുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ഇതുപോലെ തന്നെ യേശു കർത്താവിൻ്റെ നല്ല ശിഷ്യരായി ജീവിക്കാൻ നമുക്കും പരിശ്രമിക്കാം. ഇതോടുകൂടി ഇന്നത്തെ ലെസൺ ഇവിടെ കഴിയുകയാണ്. നമുക്ക് ഈ ലെസണിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫിലിപ്പോസ് എന്ന പേരിൽ എത്ര പേരെ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നു? ഫിലിപ്പോസ് എന്ന പേരിൽ 3 പേരെയാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. നഥനയേൽ യേശുവിനെ കണ്ടുമുട്ടിയത് എങ്ങനെ? നഥനയേലിനോട് ഫിലിപ്പോസ് യേശുവിനെ പറ്റി പറയുകയും യേശുവിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. യവനന്മാർ യേശുവിനെ പരിചയപ്പെട്ടത് എങ്ങനെ? യവനന്മാർ ഫിലിപ്പോസിനോട് യേശുവിനെ കാണണം എന്നുള്ള ആഗ്രഹം പറയുകയും ഫിലിപ്പോസും അന്ത്രയോസും കൂടെ ചേർന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഫിലിപ്പോസിന്റെ പ്രവർത്തന സ്ഥലം ഏതായിരുന്നു? ഫ്രുഗ്യ ആയിരുന്നു ഫിലിപ്പോസിന്റെ പ്രവർത്തന സ്ഥലം. ഫിലിപ്പോസിന്റെ അന്ത്യം എങ്ങനെ? ഫിലിപ്പോസിന്റെ അന്ത്യം ക്രൂശ് മരണമായിരുന്നു. ഇനി നമുക്ക് ഈ ലെസണിലെ മനപ്പാഠം നോക്കാം. ഇന്നത്തെ മനപ്പാഠവാക്യം മത്തായി 25:23. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഒരിക്കൽ കൂടെ വായിക്കാം. മത്തായി 25:23. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. കുറച്ച് വലിയൊരു വാക്യമായിരുന്നു അല്ലേ? എന്നാലും നിങ്ങൾ പല പ്രാവശ്യം വായിച്ച് അത് പഠിക്കണം. അപ്പോൾ ഫിലിപ്പോസിനെ പറ്റി നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
പുതിയൊരു ലെസനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഗോഡ് ബ്ലെസ്.